ഉത്സവ സീസണിലും കോഴിയിറച്ചിയുടെ വില കുറയുന്നു. ചൂട് കൂടിയതോടെ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ തുടങ്ങിയതാണ് കോഴിയിറച്ചിയുടെയും കോഴിമുട്ടയുടെയും വില കുറയുന്നതിന് കാരണമായത്. വേനൽ ചൂടിന് പുറമെ LPG സിലിണ്ടർ ക്ഷാമവും വിലയിടിവിന് ആക്കം കൂട്ടി. ഈസ്റ്റർ, വിഷു അടക്കമുള്ള ഉത്സവകാലം വന്നെത്തുമ്പോൾ മറ്റെല്ലാ സാധനങ്ങൾക്കും പോലെ തന്നെ കോഴിയിറച്ചിയുടെ വിലയും വർദ്ധിക്കാറുണ്ട്. സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉയരുമ്പോഴാണ് സാധാരണയായി വില വർധനവുണ്ടാകുന്നത്. എന്നാൽ ഈ വർഷം നോമ്പുകാലം കഴിഞ്ഞതിനു പിന്നാലെ വിഷുവിന് മുമ്പ് കോഴിയിറച്ചി വില ഇടിയുന്ന കാഴ്ചയാണുള്ളത്. വിഷുവിനും കോഴിയിറച്ചി ഡിമാൻഡിൽ വലിയ മാറ്റമില്ലെങ്കിലും വില കുറയുകയാണ്. ഈസ്റ്ററിന്റെ മുന്നേ തന്നെ കോഴിയിറച്ചി വില താഴ്ന്നിരുന്നു. ചൂട് തന്നെയാണ് വിലക്കുറവിനുള്ള പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. ചൂട് കൂടിയതോടെ കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങാൻ തുടങ്ങിയത് കോഴിയിറച്ചിയുടെയും കോഴിമുട്ടയുടെയും വില കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, വേനൽ ചൂടിനെ തുടർന്ന് കോഴിയിറച്ചി കഴിക്കുന്നവരുടെ എണ്ണത്തിൽ വന്ന കുറവും വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. വേനൽ ചൂടിന് പുറമെ LPG സിലിണ്ടർ ക്ഷാമവും വിലയിടിവിന് ആക്കം കൂട്ടി. കൂടുതൽ ഇന്ധനം ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ പല ഹോട്ടലുകളിലും നിലവിൽ പാകം ചെയ്യുന്നില്ല. അതേസമയം കോട്ടയത്ത് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കോഴിവില ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. നിലവിൽ 100 മുതൽ 150 രൂപ വരെയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1 കിലോ കോഴിയുടെ വില. പക്ഷിപ്പനിയുണ്ടാകുമ്പോൾ കോഴി, മുട്ട എന്നിവ വാങ്ങാൻ സാധാരണയായി ആളുകൾ വിമുഖത കാണിക്കാറുണ്ട്. ഇത്തരത്തിൽ ഡിമാൻഡ് കുറയുന്നത് വീണ്ടും വിലയും കുറയാൻ കാരണമാകും. നിലവിൽ കോഴിമുട്ടയ്ക്ക് കേരളത്തിൽ 5 മുതൽ 6 രൂപ വരെയാണ് വില. നേരത്തെ 10 രൂപ വരെ വിലയുണ്ടായിരുന്ന കോഴിമുട്ടയുടെ വിലയാണ് 5 രൂപയിലേക്ക് താഴ്ന്നത്. ഇത് ചിലപ്പോൾ ഇനിയും കുറഞ്ഞേക്കാമെന്നും വ്യാപാരികൾ പറയുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.